പറഞ്ഞു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഈ ഭൂമിയിലുള്ള ഭവനമാണ് വിശുദ്ധമായ പള്ളി എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല പള്ളിയിൽ കൂടിയിരിക്കുന്നു എന്നല്ല അർത്ഥം. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഭവനം പോലെ പവിത്രമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹുവിന്റെ ഭവനം പോലെ പവിത്രമായ ഭവനമാണ് അല്ലാഹുവിന്റെ പള്ളി. അല്ലാഹു തആല പള്ളിക്കകത്ത് മാത്രമേ ഉള്ളൂ, വെളിയിൽ നമുക്ക് തെറ്റ് ചെയ്യാം എന്നല്ല. അല്ലാഹു സർവ്വവ്യാപിയാണ്. സർവ രഹസ്യങ്ങളിലും പരസ്യങ്ങളും അല്ലാഹു തആല നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭവനമാണ് വിശുദ്ധമായ അല്ലാഹുവിന്റെ പള്ളികൾ. അതുകൊണ്ട് തന്നെ ആ പള്ളികളുമായി ബന്ധപ്പെടുമ്പോൾ അതിന്റെ കൃത്യത നാം പാലിക്കേണ്ടതുണ്ട്, അതിന്റെ അദബ് നാം പാലിക്കേണ്ടതുണ്ട്. സാധാരണ വീട്ടിലേക്ക് ഓടിച്ചെന്ന് കയറുന്നത് പോലെ നമുക്ക് കയറാൻ കഴിയില്ല, ഒരു വിശ്വാസിക്ക് കഴിയില്ല. സാധാരണ വീട്ടിലേക്കൊന്ന് പ്രവേശിക്കുന്നത് പോലെ അട്ടഹസിച്ചുകൊണ്ട് ആർത്തഹസിച്ചുകൊണ്ട് നമുക്ക് പള്ളിയിലേക്ക് കയറാൻ കഴിയില്ല. വിശുദ്ധമായ പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് കുറെ നിയമങ്ങൾ, മാനദണ്ഡങ്ങളുണ്ട്. അല്ലാഹു കൂടുതൽ പഠിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ മസാജിദു ബുയൂത്തുൽ മുത്തഖീൻ, മുത്തഖീങ്ങളുടെ ഭവനമാണ് അല്ലാഹുവിന്റെ വിശുദ്ധമായ പള്ളി. ഈ പള്ളിയെ ആദരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. രണ്ട് രീതിയിൽ ആദരിക്കേണ്ടത്. ഒന്ന്, ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഭൗതികമായ കാര്യങ്ങൾ, പരമാവധി വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റൊന്ന് ഇബാദത്ത്, ഒന്നും ഒരു ജമാഅത്ത് പോലും മുടങ്ങാത്ത രീതിയിൽ നമ്മുടെ ജമാഅത്ത് വളരേണ്ടതുണ്ട്. രണ്ട് രീതിയിലുള്ള ആദരവ് നാം നൽകേണ്ടതുണ്ട്. സാധാരണ ഭവനങ്ങൾക്ക് ചെയ്യുന്നത് പോലെയുള്ള, സാധാരണ ഭവനങ്ങളിൽ കയറുന്നത് പോലെയുള്ള അവസ്ഥയല്ല വിശുദ്ധമായ പള്ളിയിലേക്ക് നാം കയറുമ്പോൾ. ബിസ്മി ചൊല്ലണം പള്ളിയിലേക്ക് കയറുമ്പോൾ. അതുപോലെ തന്നെ വലത് കാലാണ് പള്ളിയിലേക്ക് കടന്നു പോകുമ്പോൾ വെക്കേണ്ടത്. മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ ഹബീബായ നബിയുനാ വ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു തരുന്നു. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ മസ്ജിദ യഖൂൽ, നബിത്തങ്ങൾ വിശുദ്ധമായ പള്ളിയിലേക്ക് കയറുമ്പോൾ നബിത്തങ്ങൾ പറയുമായിരുന്നു, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ നമുക്കും പറയേണ്ടതുണ്ട്. പള്ളിയിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോ എന്താ പറയേണ്ടത്? ബിസ്മില്ലാഹ് വസ്സലാമു അലാ റസൂലില്ലാഹ് അല്ലാഹുമ്മഗ്ഫിർ ലീ വഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. വളരെ ഭവ്യതയോടുകൂടി കാല് കഴുകി വൃത്തിയാക്കി ശുദ്ധിയോടുകൂടി ആ പള്ളിയുടെ മുന്നിലേക്കൊന്ന് കടന്നു ചെല്ലുമ്പോ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, എന്റെയും നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥന വരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഗ്ഫിർ ലീ വഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. അല്ലാഹു എനിക്ക് നീ പുറത്തു തരണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ, അല്ലാഹു എനിക്ക് നീ പുറത്തു തരണേ അല്ലാ.